الفائزين برضا الله أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാര്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അല്ലാഹു തആല നമ്മുടെ ക്ലാസ് റൂമിൽ പറയുന്നതും കേൾക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും സ്വാലിഹായ അമലായി സ്വീകരിച്ച് ഈ ക്ലാസ് റൂമിൽ പ്രവർത്തിച്ചതിനു പകരം ഈ ക്ലാസ് റൂമിൽ ഇരുന്നതിനു പകരം 4 അർശിന്റെ തണലിൽ നിൽക്കുവാനും ഹബീബിന്റെ ചാരത്തായി സ്വർഗീയ ലോകത്ത് ആനന്ദിക്കുവാനും അല്ലാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് മൗലിദ് അല്പസമയം നേരത്തെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഒരുപാട് സുഹൃത്തുക്കൾ, ശ്രോതാക്കൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെയും കേൾക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരുണ്ട്. ഇന്നലെ നമ്മൾ അല്പസമയം സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു അവധി ഒരു അവധി അത്യാവശ്യമാണ് എന്ന നിലക്ക് ഞായറാഴ്ച പൊതുവിൽ സാധുവായ എന്റെ ക്ലാസ് അവധിയാണ്. വേറൊരു സ്ഥലത്ത് പോയി വീട്ടിൽ തിരിച്ചെത്തി ക്ലാസ് റൂമിൽ കയറിയപ്പോ മറ്റു ഉസ്താദന്മാര് ക്ലാസ്സിൽ ലൈവായി കൊണ്ടുപോകാൻ ഇല്ല എന്നറിഞ്ഞപ്പോ സ്വാഭാവികമായും മൈക്ക് എടുത്തു. നമ്മൾ ചില മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ ഉണർത്തുകയുണ്ടായി. അത് കേട്ടപ്പോ ചിലവര് 1-2 സുഹൃത്തുക്കൾ വിളിച്ചു, ഇന്ന് ക്ലാസ് ഉണ്ടാകൂല എന്ന് വിചാരിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെയും പറഞ്ഞു. അതുപോലെ തന്നെ ചില സഹോദരിമാര് PM അയച്ചിരുന്നു, ഈ ചൊവ്വാഴ്ചകളത്തെ ക്ലാസ്, സ്ത്രീകൾക്കുള്ള ക്ലാസ് ഒന്ന് മാറ്റിവെച്ചാൽ ഉപകാരമായിരുന്നു എന്ന്. പക്ഷേ എന്റെ അത്തരം ശ്രോതാക്കളായ സഹോദരിമാരോട് 1-2 പേർക്ക് വേണ്ടിയിട്ട് അവർക്ക് വിളിച്ച കല്യാണത്തിനോ മറ്റേതെങ്കിലും വിഷയങ്ങൾക്ക് അല്ല വേറെന്തെങ്കിലൊക്കെയും പ്രശ്നങ്ങളുണ്ട് എന്നതിന്റെ പേരിൽ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസുകളെ മാറ്റിവെക്കുക എന്നുള്ളത് പ്രായോഗികമായ ഒരു രൂപം അല്ല എന്നും അറിയിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ സാങ്കല്പിക രോഗി ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയാണ്, മിക്കവാറും മരിക്കാനാണ് സാധ്യത. വിഷയം പറഞ്ഞ് അത്യാവശ്യമുള്ള വിഷയങ്ങൾ ഇടയിൽ ഉൾക്കൊള്ളിക്കുമ്പോ ആ രോഗിക്ക് ആയുസ് കിട്ടുമോ എന്നിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും 11 മണിയാകുമ്പോഴേക്ക് ക്ലാസ് അവസാനിപ്പിക്കണം. കാരണം നമ്മുടെ റാഫി അമാൻ ഉസ്താദിന്റെ ക്ലാസിന്റെ ടൈമാണ്. അദ്ദേഹം എത്തിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനനുസരിച്ച് തുടരാം. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര് ആമുഖമായി 1-2 കാര്യങ്ങൾ നമ്മുടെ ആത്മീയത കൂടി വളർത്തിയെടുക്കാൻ, ആത്മീയ ബോധം, നമ്മുടെ മാനസികമായ ശുദ്ധി ഒന്നുകൂടി വികസിപ്പിച്ചെടുക്കാൻ, ഒന്നുകൂടി അത് അധികരിപ്പിക്കാൻ പറ്റാകുന്ന ഒരു വിഷയമാണല്ലോ മയ്യത്തു പരിപാലനം. ഇപ്പോ അല്പം മുന്നേ എന്റെ വീട്ടിൽ ഒരാൾ വന്ന്, സാധുവായ ഞാന് പ്ലാനൊക്കെയും വരഞ്ഞു കൊടുത്ത ഒരു വീടാണ്. അപ്പൊ ആ വീടിന്റേതായ നിലംപണിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യാൻ വന്നപ്പോ സാധുവായ ഞാന് വളരെയധികം ആലോചിച്ചു. വീട് പണിയുടെ ആ വീടിന്റെ നിലംപണിയുടെ അവസ്ഥ വിശദീകരിക്കുന്നത് കേട്ടപ്പോ അതൊക്കെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അത് മാർബിളൈറ്റ് എടുക്കണോ, മാർബിൾ എടുക്കണോ, ഗ്രാനൈറ്റ് ആവണോ എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ ആ സഹോദരൻ അതിന്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ വിശദീകരിച്ചു. അത് പല ഐറ്റംസും ഉണ്ട്. ബാംഗ്ലൂരിൽ പോയി നമ്മൾ തന്നെ നേരിട്ടെടുത്താലേ എന്താവുകയുള്ളൂ, ഒരേ കളറ് ഒരേ ഡിസൈൻ കിട്ടുകയുള്ളൂ. ഏജൻസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്തെങ്കിലൊക്കെ തകരാറ് സംഭവിക്കും. ഞാൻ പറയുന്നത് നമ്മളൊക്കെയും എല്ലാ സമയത്തും നമ്മുടെ ഭൗതികമായ ശരീരം, നമ്മുടെ ഭൗതികമായ വീട്, അതിലേക്ക് മാത്രമാണ് നമ്മളുടെ ശ്രദ്ധ ഭൂരിപക്ഷവും ഉള്ളത്. അതുകൊണ്ട് ആമുഖമായി ഈ വിഷയത്തിനോടൊക്കെ താല്പര്യമുണ്ടാവാൻ ഇത്തരം ക്ലാസുകളിലൂടെ നമ്മുടെ ചിന്തകളൊക്കെയും ഒന്നുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ആമുഖമായി ഒരു 5 മിനിറ്റ് ഞാൻ ചിലവഴിക്കുകയാണ്. മഹാനായ
അല്ലാമ ഷിബിലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്. ഒറ്റ മിനിറ്റൊരു നിൽക്കാത്ത കോല് വന്നുകൊണ്ടിരിക്കാൻ, എന്തെങ്കിലും അർജന്റ് ഉണ്ടോ അറിയില്ല. നിൽക്കാതെ ഫോൺ വരുമ്പോ എന്തെങ്കിലും അർജന്റ് ഉണ്ട് നമ്മൾ വിചാരിക്കുമല്ലോ. ഏതായാലും മുക്കം ഭാഗത്തുള്ള ഒരു റേഡിയോ ശ്രോതാവാണ്. ഞാൻ എപ്പോഴും ക്ലാസ് കേൾക്കുന്ന ഒരാളാണ്. എന്റെ വല്യമ്മന്ന് രാവിലെ മരിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിളിക്കുന്നത്. അല്ലാഹു തആല സഹോദരിയുടെ എല്ലാവിധ ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി ഖബർ ജീവിതം സന്തോഷത്തിലാക്കി നാളെ കുടുംബമിത്രാദികളോടൊപ്പം സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിയുമ്മ എന്നാണ് പേര്. മുക്കം സ്വദേശിയാണെന്ന് പറഞ്ഞു. മയ്യത്ത് നിസ്കാരത്തിൽ പേര് ചേർക്കാൻ ആരും മറക്കരുത്. ഇടയിൽ ഫോൺ വരുമ്പോ ചിലവർ നിൽക്കാതെ അടിക്കുമ്പോ എന്തോന്ന് വിചാരിക്കും. എനിക്ക് ഈ റേഡിയോ ശ്രോതാക്കളോട് പ്രത്യേക ഒരു സ്നേഹമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് എപ്പോഴും അവരുടെ വാഹനത്തിലും അവരുടെ കഥകളിലൊക്കെയും ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിച്ച് നമ്മുടെ ക്ലാസ് റൂം എപ്പോഴും കേൾക്കുന്നവർ കൂടുതലും റേഡിയോ ശ്രോതാക്കളാകുമ്പോ അവർക്ക് അവരുടെ കുടുംബത്തിൽ ഒരു മരിപ്പ് സംഭവിക്കുമ്പോ അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോ അവരിപ്പോ ക്ലാസ്സിലാണെന്ന് ഒരു ശ്രദ്ധിക്കൂല. ഇപ്പൊ ആ ഒരു വിഷയം പറഞ്ഞ് ദ്വാരിപ്പിക്കാനൊരു അവസരം കിട്ടുമെന്ന സന്തോഷത്തിൽ വിളിക്കുകയാണ്. ആ ഒരു ആഗ്രഹം കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കൾ ക്ഷമിക്കണം. റേഡിയോ ശ്രോതാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. കാരണം അവർ ഒരു ക്ലാസും ഒഴിവാവാതെ എല്ലാ സമയത്തും കേൾക്കുന്നവരാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മളൊക്കെ ഈ അല്ലാമ ഷിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി നമുക്കൊക്കെ അറിയാം. ആ മഹാനുഭാവൻ പറയാണ്, ഞാൻ 400 ഉസ്താദന്മാരിൽ നിന്ന് 4000 ഹദീസ് പഠിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ 400 ഉസ്താദന്മാരിൽ നിന്ന് 4000 ഹദീസ് ഞാൻ പഠിച്ചു. ആ 4000 ഹദീസിൽ നിന്നും എല്ലാം ഞാൻ ഒഴിവാക്കി. ഒരു ഹദീസ് കൊണ്ട് മാത്രം ഞാൻ അമൽ ചെയ്തു. ഈ വിഷയവുമായി, ഈ വിഷയത്തിന്റെ ഗൗരവം, നമുക്ക് വരാൻ പോകുന്ന ഒരു രംഗമാണ് നമ്മളൊരു ഫിഖ്ഹിയായ ക്ലാസ്സായി എടുക്കുന്നത്. അപ്പൊ ആ വിഷയത്തിന്റെ ഗൗരവം എല്ലാവരും ശ്രദ്ധിച്ച്, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഞാൻ ജനിച്ചുപോയി, ഇനി എനിക്ക് ഒഴിവാവാൻ യാതൊരു മാർഗവും ഒരു സംവിധാനവും എല്ലാ നിലക്കും വളർന്നു വലുതായ ഈ യുഗത്തിൽ എനിക്ക് ഈ ഒരു രംഗം അഭിമുഖീകരിക്കാതിരിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. മഹാനായ അല്ലാമ ഷിബിലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 400 ഉസ്താദന്മാരിൽ നിന്ന് 4000-ഓളം ഹദീസ് ഞാൻ പഠിച്ചു. എല്ലാ ഹദീസും ഞാൻ ഒഴിവാക്കി. ഒരൊറ്റ ഹദീസ് കൊണ്ടാ ഞാൻ അമൽ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മഹാനായ അല്ലാമ ഷിബിലി പറയാണ്, റസൂലുള്ളാഹിന്റെ ഹദീസ്, മനുഷ്യ, ഈ ദുന്യാവിൽ നീ പ്രവർത്തിക്കുക, ഈ ദുന്യാവിന് വേണ്ടി നീ പ്രവർത്തിക്കുക. ഈ ദുന്യാവിൽ ജീവിക്കുന്നതിന്റെ ഖദർ അനുസരിച്ച് നാളെ ആഖിറത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുക, ആഖിറത്തിൽ താമസിക്കുന്നതിന്റെ ഖദർ അനുസരിച്ച്. നല്ലൊരു പോയിന്റ്, വളരെ ചുരുങ്ങിയ ഒരു വാക്കാണ് ഈ ഹദീസ്. ഈ ദുന്യാവിൽ എത്ര കാലമാണോ ജീവിക്കുക അതിനനുസരിച്ച് ദുന്യാവിന് വേണ്ടി അമൽ ചെയ്യുക. ആഖിറത്തിൽ എത്ര കാലമാണോ ജീവിക്കുക അതിനനുസരിച്ച് നാളെ ആഖിറത്തിനും വേണ്ടി പ്രവർത്തിക്കുക. ഈ ദുന്യാവിൽ എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കറിയാം. ഏറിക്കഴിഞ്ഞാൽ 120 വയസ്സാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇവിടെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോ ഒരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ കാലോചിതമായി ആവശ്യമുള്ള മസാലകളാണ് എന്ന നിലക്ക് തന്നെയാണ് ഞാൻ അതിലേക്കൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ മയ്യത്തുമായി ഒരാളെ കാണാതായി നോക്കി, ഒരാളെ പറ്റി യാതൊരു പുതുത്തുമില്ല. ഒരു രാജ്യം വിട്ടുപോയാൽ, നമ്മളൊക്കെ നാട്ടിൽ എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്, രാജ്യം വിട്ടുപോയി യാതൊരു പുതുത്തുമില്ല. വാപ്പാക്ക് കുറെ സ്വത്തുകൾ ഉണ്ടാവും, സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി പോയ ആളെ പറ്റി പുതുത്തല്ല. ഒരുപാട് അന്വേഷിച്ചിട്ടൊന്നൊരു പുതുത്തം കിട്ടുന്നില്ല. എങ്കിൽ അയാളുടെ ഭാര്യയെ എന്തു ചെയ്യണം, അയാളെ മക്കളാര് കല്യാണം കഴിച്ചു കൊടുക്കണം, അയാളെ സ്വത്ത് എന്ത് ചെയ്യണം,
ഫിഖിന്റെ കിതാബുകളിൽ ചർച്ച ചെയ്യുന്നിടത്ത് അവിടെ പറയുന്ന മസ്അല എന്താ? ഇയാള് പോകുന്ന വയസ്സും പോയിട്ട് എത്ര കൊല്ലമായി എന്ന് നോക്കുക. എന്നിട്ട് ഏകദേശം ഇയാൾ മരിക്കേണ്ട പ്രായമായോ എന്നൊന്ന് നോക്കുക. ഉദാഹരണം പറയാ, പോകുമ്പോ ഒരു 40 വയസ്സിലാണ് ഈ വ്യക്തിയെ കാണാതായത്. എന്നിട്ടോ പോകുമ്പോ 40 വയസ്സാണ്. ഇപ്പൊ വിവരം ഇല്ലാതെ ഇരുന്നിട്ട് ഇപ്പൊ അയാളെ പറ്റി യാതൊരു പുതുത്തവും ഇല്ലാതെയായിട്ട് ഏകദേശം ഒരു 40 കൊല്ലയ്ക്ക് നോക്കുക. അപ്പൊ എത്രയായി? ഏകദേശം അയാൾക്കിപ്പോ ഒരു 80 വയസ്സായിട്ടുണ്ടാവും. അയാൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അയാൾക്കൊരു 80 വയസ്സായതായി നമുക്ക് പരിഗണിക്കാം. എങ്കിൽ അയാൾ മരിക്കേണ്ട പ്രായമായി എന്ന് കണക്കാക്കി ഖാളി അയാൾ മരിച്ചതായി പ്രഖ്യാപിക്കണം എന്നാണ്. എങ്ങനെ സാധാരണ അസ്രായീൽ അലൈഹിസ്സലാമാണ് റൂഹിനെ പിടിക്കുക. ഫിഖിന്റെ കിതാബിൽ ഉസ്താദുമാരൊക്കെ കിതാബ് ഓതി തരുമ്പോ പറഞ്ഞൊരു തമാശയാണത്. അസ്രായീൽ റൂഹിനെ പിടിക്കാതെ ഖാളി റൂഹിനെ പിടിക്കുന്ന ഒരു മസ്അലയാണത്. ഖാളി സംഗതി അയാൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിന്റെ എവിടെങ്കിലും ഭാഗത്ത് ജീവിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ അയാൾ മരിച്ചതായി ഖാളി പ്രഖ്യാപിക്കാൻ ഖാളി പ്രഖ്യാപിച്ചു അയാൾ മരിച്ചിരിക്കുന്നു. അന്വേഷണം പെട്ടെന്നത് പ്രഖ്യാപിക്കല്ല. അയാൾ പോയ കൊല്ലം പോകുമ്പോഴുള്ള വയസ്സും ഇപ്പോൾ പോയിട്ട് ഇത്ര കൊല്ലമായി, എന്നിട്ട് അയാളെ അവസ്ഥയും അന്വേഷണക്കും കഴിഞ്ഞു ഖാളി അയാൾ മരിച്ചതായി ഖാളി പ്രഖ്യാപിച്ചു. അപ്പൊ പിന്നെ അയാളെ ഭാര്യ അപ്പൊ എന്തുവാണം? ഇദ്ദക്കിരിക്കണം. ആ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞാൽ ഭാര്യക്ക് വേറെ ആളെ കല്യാണം കഴിക്കാം, അയാളെ സ്വത്ത് ഓഹരി വെക്കാം, അയാളെ മക്കളെ പിന്നെ കെട്ടിക്കണ്ടോൽക്ക് കെട്ടിക്കാം. അങ്ങനെയൊക്കെയാണ് മസ്അല. കാരണം വാപ്പ ജീവിച്ചിരിക്കുമ്പോ വാപ്പാനെ പറ്റി പുതുത്തല്ലായിരിക്കുമ്പോ പിന്നെ വല്യാപ്പാക്കല്ല അവകാശം വരിക. ചിലപ്പം ഖാളിയിലേക്കാണ് വിലായത്ത് നീങ്ങുക. പക്ഷെ ഇവിടെ ഇയാൾ മരിച്ചിക്കണ്. വാസ്തവത്തിൽ ഇയാൾ ബോംബെയിലോ അജ്മീറിലോ നാഗൂരിലോ ഏതെങ്കിലും മൂലയിൽ ചിലപ്പം എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. പക്ഷെ ഇയാളെ പോയ കൊല്ലവും കാണാതായ കൊല്ലവും കൂട്ടുമ്പോ ഏകദേശം ഇയാൾ മരിക്കേണ്ട പ്രായമായിരിക്കുന്നു. അയാൾ മരിച്ചതായി പ്രഖ്യാപിക്കും. അവിടെ ഫുഖഹാക്കളുടെ ഇടയിൽ പിന്നീട് തിരിച്ചു വന്നാലോ വരുമ്പോ വിവരം അറിയിക്കട്ടോ. അപ്പൊ അതിന് മസ്അല ഉണ്ടാവും. ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മുസ്തഫ അലൂരിനോട് പ്രത്യേകം അറിയിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഖാളി മരിപ്പിച്ചതിന്റെ ശേഷം തിരിച്ചു വന്ന വിവരം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫുഖഹാക്കൾ അവിടെ ഇടപെടുന്നതാണ് എന്ന് ഞാന് ഇപ്പൊ നമ്മുടെ ആയുസ്സാണ് ഇപ്പൊ പറയുന്നത്. ചോദ്യമാണ്, അയാൾ തിരിച്ചു വന്നാ പിന്നെന്താ കാറ്റാൻ ഇരിക്കട്ടെ. പക്ഷെ അവിടെ ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നു എത്രയാണ് ഈ ജീവിതകാലം. ഒരാളെ കാണാതായാൽ അയാൾ മരിച്ചതായി പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര വയസ്സാണ്, എത്ര കൊല്ലമാണ് കണക്കാക്കേണ്ടത്? 80 എന്ന് പറഞ്ഞവരുണ്ട്, 60 വയസ്സാ. കാണാതാവുമ്പോ 60 വയസ്സാ. കാണാതായിട്ട് 60 കൊല്ലായി. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ? അദ്ദേഹത്തിന് എത്ര വയസ്സായി? ഏകദേശം 120 വയസ്സായി. ഈ 120 വയസ്സായാൽ അയാൾ മരിച്ചിരിക്കുന്നു. എല്ലാ കൗലു പ്രകാരം ഷാഫി മദ്ഹബിലെ എല്ലാ ഫുഖഹാക്കളുടെ കൗലു പ്രകാരവും അദ്ദേഹം മരിച്ചിരിക്കുന്നു. അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചു. ഇനി മുസ്തഫ ആലൂരിന് സംശയം അയാൾ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. ഇനി അവിടെ തന്നെ ഫുഖഹാക്കൾ വളരെ മസ്അല ഈ ബാബുകളിലൊക്കെയും ചർച്ച ചെയ്യുന്നു. ഒരാളെ യഥാർത്ഥ രൂപത്തിൽ മരിച്ചൂന്ന് സ്ഥിരീകരിച്ച് അദ്ദേഹം ഹഖീഖിയായ മരണം അയാൾക്ക് സംഭവിച്ചതിനു ശേഷം അയാൾ എന്തു ചെയ്തു? രണ്ടാമത് ജീവിച്ചാൽ എന്താണ് അയാളുടെ വിധി? അയാളെ സ്വത്ത് ഓഹരി വെച്ചിരിക്കുന്നു, ഭാര്യയെ വേറെ ആൾ കല്യാണം കഴിച്ചിരിക്കുന്നു, അയാളെ മക്കളെ വേറെ ആൾക്കാർ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇതിനു ശേഷം ഒരാള് രണ്ടാമത് ജീവിച്ചാൽ, നോക്കിങ്ങള്, ജീവിച്ചാൽ അയാളുടെ ഭാര്യ ഇനി ഇയാൾക്ക് ഭാര്യയായി കിട്ടുമോ? ഇയാളെ സ്വത്ത് ഇയാൾക്ക് തിരിച്ചു കൊടുക്കണോ? ഇയാളെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുത്തത് ശരിയാണോ? ഇനി അയാൾ രണ്ടാമത്തെ മരിക്കാണെങ്കിൽ ഇനിയൊന്ന് കുലിപ്പിക്കണോ, കഫൻ ചെയ്യണോ? നോക്കിങ്ങള്, സുബ്ഹാനല്ലാഹ്,
നമ്മുടെ ഫുഖഹാക്കള്. മുസ്തഫാലൂർ പറയുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. സംഭവിക്കും എന്ന് ഫുഖഹാക്കൾ അറിഞ്ഞതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ പണ്ഡിതന്മാർ അവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. ഏതായാലും മരിക്കാത്തത് കൊണ്ട് നമുക്ക് മരിച്ചതിനു ശേഷം പറയാം. അതുകൊണ്ട് എന്റെ ശ്രോതാക്കള് ഇതൊരു ഒരു അറിവായി നിങ്ങൾ അത് വെക്കണം. നിങ്ങളുടെ നാടുകളിലൊക്കെയും അങ്ങനെ ഒരാളെ പറ്റി കാണാതായി. ചിലപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടം പോലുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്, എത്ര കാണാതായി. പിന്നെ അതിനെ പറ്റിയൊരു പൂത്തല്ലേ ഓ മരിച്ചിട്ടുണ്ടാവുന്ന നിങ്ങാണ്ട് സ്വത്ത് ഒഴിവെക്കലും, അതുപോലെ തന്നെ ഭാര്യന്മാരെ വേറെ ആൾക്കാർക്ക് കല്യാണം കഴിക്കലും, അതുപോലെ തന്നെ ഭാര്യന്മാര് പത്രങ്ങളിൽ പരസ്യം കൊടുത്തുങ്ങാണ്ട് ഫസ്ഖ് പരസ്യം കൊടുത്തുകൊണ്ട് വേറെ വിവാഹിതയാവലും ഒക്കെയും ഒരുപാട് സംഭവങ്ങൾ ഇത്തരം മസാലകളൊന്നും അറിയാതെ പല സാധാരണക്കാരും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെയും ഫുഖഹാക്കൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാ ഫുഖഹാക്കളുടെയും കൗല് പ്രകാരം ഒരാളെ പറ്റി കാണാതായാൽ അയാളെ കാലി മരിപ്പിക്കേണ്ട പ്രായം ലാസ്റ്റ് അഭിപ്രായം പറയുന്നത് 120-ാമത്തെ വയസ്സാണ്. പക്ഷെ 120-ാമത്തെ വയസ്സിൽ ആവുമ്പോഴാണ് ഈ കാണാതായ ആള് മരിച്ചു എന്ന് കാലി പ്രഖ്യാപിക്കേണ്ടത് എന്ന് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അല്ല എന്നും സാന്ദർഭികമായി അറിയിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ അഭിപ്രായ പ്രകാരവും 120 വയസ്സാണ് അല്ലേ. ആ 120 വയസ്സിനേക്കാൾ എത്രയോ കാലം, അറ്റമില്ലാത്ത കാലമാണ് നമ്മൾ ആഖിറത്തിൽ താമസിക്കേണ്ടത്. ഇത്ര കാലമാണ് ആഖിറത്തിൽ താമസിക്കേണ്ടത് എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മഹാനായ ഗസാലി ഇമാമിനെ പോലോത്തവരൊക്കെയും അതിന് ഉദാഹരണം പറഞ്ഞതെന്താ? ഒരു ചെറിയ ഉദാഹരണം. ആഖിറത്തിൽ എത്ര കാലം നമ്മൾ താമസിക്കണം എന്നത് നമുക്കൊരു ചെറിയ നിലക്ക് മനസ്സിലാകാൻ മഹാനായ ഗസാലി ഇമാമിനെ പോലോത്തവർ പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം കാണാം. ഈ പ്രപഞ്ചം, ആകാശവും 7 ഭൂമിയും അർശും കുർശും ലോകവും, ഈ പ്രപഞ്ചം ആകമാനം മാസിവൽ ബാരി, അല്ലാഹു തആല ഒഴികെയുള്ള വസ്തുവിനാണല്ലോ പ്രപഞ്ചം ആലം എന്ന് പറയുന്നത്. ഈ ആലം മുഴുക്കയും കടുകുമണി നിറക്കുക എത്രയുണ്ടാവും? ഒരു ചാക്കിലെ കടുകുമണി എണ്ണി കണക്കാക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു തന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് അതിലുള്ള കടുകുമണി എത്രയാണെന്ന് എണ്ണിക്കണക്കാക്കാൻ സാധിക്കുമോ? എങ്കിൽ ഈ പ്രപഞ്ചം ആകമാനം കടുക് നിറച്ച് ഈ കടുകിൽ നിന്ന് ഒരു കടുകുമണിയെ എടുത്തു പുറത്തേക്ക് വെക്കുന്നു. ഇത് സാങ്കല്പികമാണ്. എന്നിട്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് 2ാമത്തെ കടുകുമണി എടുത്ത് പുറത്തേക്ക് വെക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം ആകെ നിറച്ച കടുകുമണികൾ എടുത്തു ഒഴിവാക്കാൻ എത്ര കാലം പിടിക്കുമോ അതിനേക്കാൾ എത്രയോ ദീർഘകാലം ആഖിറത്തിൽ താമസിക്കേണ്ട നമ്മൾ, പ്രിയപ്പെട്ട എന്റെ സ്വന്തം ശരീരത്തോടും എന്റെ ശ്രോതാക്കൾ എല്ലാവരോടും ചോദിക്കുന്നു, ഒരു ദിവസം ഈ ആഖിറത്തിലേക്ക് വേണ്ടി എന്തൊരു അമലാണ് കാര്യമായി നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ ജീവിതത്തിൽ 95% സമയവും നമ്മുടെ ശരീരത്തിന്റെ ഭംഗിക്ക് വേണ്ടി, നമ്മുടെ വീടിന്റെ ഭംഗിക്ക് വേണ്ടി, നമ്മുടെ മറ്റു വിഷയങ്ങളുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഗസാലി ഇമാമിനെ പോലോത്തവരൊക്കെയും വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അവന്റെ മയ്യത്ത് ജനാസയിലേക്ക് വെച്ച്, അവന്റെ മയ്യത്ത് കട്ടിലിലേക്ക് വെച്ച് അവന്റെ ഉമ്മരപ്പതി ഇറങ്ങുകയാണ് പള്ളിയിലേക്ക് അവന്റെ ജനാസയുമായി അവന്റെ വീടിന്റെ ഉമ്മരപ്പതി ഇറങ്ങുന്നേടം മുതൽ ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് 40 ചോദ്യം അല്ലാഹു തആലാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. മുങ്കർ നക്കീറിന്റെ ചോദ്യം ഖബറിൽ അടക്കം വേറെ. ഒരു മനുഷ്യന്റെ ജനാസ, അവന്റെ മയ്യത്ത്, ആ മയ്യത്ത് കട്ടിലിലേക്ക് വെച്ച് ഉമ്മരപ്പതിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി അവന്റെ ജുമാഅത്ത് പള്ളിയിലേക്ക് പോയി ആ പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം നടത്തി അതോ ഖബറിലേക്ക് നീങ്ങുന്നതിനു മുമ്പ് 40 ചോദ്യം
അള്ളാന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് മയ്യത്തിനോട് ചോദിക്കുന്നുണ്ട് എന്നാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ ചോദ്യം ഗസാലി ഇമാമിനെ പോലോത്തവർ പറയുന്നത് ആ മയ്യത്തിനോട് അള്ളാ തന്നെ നേരിട്ട് ചോദിക്കുമത്രേ. മനുഷ്യ, നീ ദുന്യാവിൽ കുറെ കാലം ജനങ്ങളുടെ നോട്ടസ്ഥലം വൃത്തിയാക്കാൻ, ഭംഗിയാക്കാൻ നീ ശ്രമിച്ചു. ഞാൻ നോക്കുന്ന ഭാഗമേതാ? നിന്റെ ഖൽബാൻ. അല്ലാഹു തആല നോക്കുന്നത് ഖൽബിലേക്കാണ്. നിന്റെ ഖൽബ് ശുദ്ധീകരിക്കാൻ നീ എന്ത് അമലാണ് ചെയ്തത്? നീ ജനങ്ങളുടെ നോട്ടസ്ഥലം, നിന്റെ വീട് നോക്കുന്ന ഭാഗം, വീടിന്റെ ഫ്രണ്ടേജ്, വീടിന്റെ ഡൈനിങ് ഹാള്, എത്രയോ ആളുകള്, എത്ര കാശില്ലെങ്കിലും വീട് ഒന്നായിട്ട് ഗ്രാനൈറ്റ്, മാർബിള്, ടൈൽസ് ഒന്നിടാൻ കാശില്ലെങ്കിലും സിറ്റ് ഔട്ടും ഡൈനിങ് ഹാളും മുമ്പിലത്തെ 3 കല്ല് ജനലും വൃത്തിയാക്കുന്നു. എന്തിനു വേണ്ടി? അത് ഇവന് വേണ്ടിയല്ല, പിന്നെന്തിനു വേണ്ടിയാണ്? എന്റെ വീടിന്റെ മുൻഭാഗത്തേക്ക് ഒരാൾ കയറി വരുമ്പോൾ, എന്റെ വീടിന്റെ മുൻഭാഗം ഒരാൾ കാണുമ്പോൾ ഒരു ഭംഗി തോന്നണം. കാശ് അവന്റെയൊക്കെ ഇല്ല. അവന്റെ നിലം, അവന്റെ റൂമുകളൊക്കെയും കാവിയായിരിക്കും, അവന്റെ കിച്ചൺ കാവിയായിരിക്കും, അല്ലെങ്കിൽ അകത്തുള്ള ജനലുകളൊക്കെയും മഹാപോക്കായിരിക്കും. എങ്കിലും അവന്റെ സ്വിച്ച് ഔട്ടും അവന്റെ ഡൈനിങ് ഹാളും അവന്റെ വീടിന്റെ ഫ്രണ്ടേജിലുള്ള 3 കല്ല് ജനലെങ്കിലും ഒരു വൃത്തിയാക്കണം. അത് ഇവന്റെ ആവശ്യമല്ല. എന്റെ വീട്ടിലേക്ക് നോക്കുന്നവർക്ക് എന്റെ വീട് ഭംഗിയായി തോന്നണം. അതുപോലെ തന്നെ നമ്മളൊക്കെയും ഒരു ബാർബർ ഷാപ്പിൽ കയറിയാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബാർബർ കഴിവിന്റെ പരമാവധി നമ്മുടെ മീശയുടെ ആ മീശ രോമങ്ങളൊക്കെയും ഒപ്പമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കസാരയിൽ നിന്ന് ഇറങ്ങി നിന്ന് തിരിച്ചും മറിച്ചും നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുകയാണ്. അങ്ങനെ നല്ല ശ്രദ്ധാപൂർവം നോക്കിയപ്പോൾ അതാ ഒരു മുടിയുടെ തുമ്പ് ഇങ്ങനെ തെറിച്ചു നിൽക്കുന്നു. ഞാൻ ബാർബറെ വിളിക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. ബാർബർ മറ്റൊരാളുടെ താടിയും മീശയും നേരാക്കുന്നതിനിടയിൽ ആ കത്രിക കൊണ്ട് ആ തെറിച്ചു നിൽക്കുന്ന മുടിത്തുമ്പ് വെട്ടി ശരിയാക്കി തരികയാണ്. കാരണം നമ്മുടെ മുഖത്തേക്ക് ഒരാൾ നോക്കുന്ന സമയത്ത് അതൊരു അഭംഗിയാവരുത്. ആ മീശ രോമങ്ങളിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന ആ ഒരു തുമ്പ് കാരണം എന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്കൊരു അഭംഗിയായി തോന്നരുത്. ഇത്രത്തോളം ദുന്യവിയായ ജീവിതത്തിൽ ശ്രദ്ധിച്ചതാണ്. നമ്മുടെ വസ്ത്രത്തിലെങ്ങാനും ഒരു അല്പം ചാവറ്റിയാൽ, പ്രത്യേകിച്ച് ഉസ്താദന്മാരുടെ വെള്ള വസ്ത്രത്തില്, കാരണം ചില ആലിമീങ്ങളൊക്കെയും പറയും, മനുഷ്യന്റെ അടുക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ മൊയ്ലിയമാരെ തുണിങ്കുപ്പായത്തിൽ ചാവറ്റിയ മാതിരിക്കാവണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ല അത് അല്ലേ? ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ ഉസ്താദന്മാരുടെ തുണിങ്കുപ്പായത്തിൽ ചാവറ്റ മാതിരിക്ക് പെട്ടെന്ന് വൃത്തിയാക്കാന്, അതിൽ നിന്ന് തൗബ ചെയ്യാനുള്ള സന്മനസ് വേണം. കാരണം നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ ഒരു ഫാൻറ്റിൽ ഒരു ചളിയായി, അത് നിങ്ങൾക്ക് വൃത്തിയാക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് നല്ല വെള്ളത്തുണി, വെള്ളക്കുപ്പായം, വെള്ള തലപ്പാവ്, ഈ വസ്ത്രത്തിലേക്ക് ഒരു ഉസ്താദ് യാത്ര ചെയ്യുമ്പോ, അതല്ലെങ്കിൽ ഒരു കല്യാണ സദസ്സിൽ ചെന്ന് ഒരു അല്പം ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുള്ളി ചളി അതിലേക്ക് തെറിച്ചാൽ ആ ഉസ്താദ് എന്തു ചെയ്യും? പള്ളിയിലെത്തിയാൽ, വീട്ടിലെത്തിയാൽ അത് വൃത്തിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങി പെട്ടെന്ന് അത് കഴുകി വൃത്തിയാക്കും. കാരണം വെള്ള വസ്ത്രത്തിൽ അത് പ്രത്യേകം എടുത്തു കാണിക്കും. അത് തന്നെ. അപ്പൊ അതുപോലെ നമ്മുടെ മനുഷ്യനിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ പെട്ടെന്ന് അത് വൃത്തിയാക്കാൻ, ഗീബത്ത് പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാൻ, ആരെങ്കിലെയും ആക്രമിച്ചിരിക്കുന്നുവെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാൻ, അറിയാതെ ഒരാളുടെ 10 പൈസ നമ്മൾ തിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊരുത്തപ്പെടിക്കാൻ, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സന്മനസ് നമുക്ക് വേണം. ഞാൻ പറയുന്നത് നമ്മുടെ വീടിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. വീടിന്റെ നിലം പണിയെടുക്കുമ്പോൾ, ഗ്രാനൈറ്റ് ഇടുമ്പോൾ എല്ലാം ഒരേ രൂപത്തിലാവണം. അത് നേരിട്ട് പോയി എടുത്തില്ലെങ്കിൽ ഏജൻസികൾ വഴിക്കെടുത്താൽ ചിലപ്പം കുത്തും പുള്ളിയും ഇടയിലൊക്കെ വ്യത്യാസങ്ങൾ വരും. അതൊരു അഭംഗിയാകും എന്നുവരെ ശ്രദ്ധിക്കുന്ന മനുഷ്യ, അങ്ങനെ നീ ദുന്യാവിൽ എത്ര കാലം ജീവിച്ചു? അല്ലാഹു തആല ചോദിക്കുകയാണ്, ജനങ്ങളുടെ മങ്ങൾ, ജനങ്ങൾ നോക്കുന്ന സ്ഥലം നീ നല്ലോണം വൃത്തിയാക്കി. പക്ഷേ എന്റെ നോട്ട സ്ഥലം അതേതാ? ഖൽബ്. ആ ഖൽബിലേക്ക് ഞാൻ നിന്റെ ഖൽബിലേക്ക് നോക്കുന്നു. നിന്റെ ഖൽബിൽ കളവ് പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, ഗീബത്ത് കേട്ട്, കളവ് കേട്ട്, നമീമത്ത് കേട്ട്, പരദൂഷണം പറഞ്ഞ്
എത്ര കറുത്ത പുള്ളികൾ നിന്റെ ഖൽബിൽ വീണു, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വൃത്തിയാക്കാൻ നീ ശ്രദ്ധിച്ചോ എന്ന ഒന്നാമത്തെ ചോദ്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജനാസ നമ്മുടെ ഉമ്മരക്കല്ലിൽ നിന്ന് മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഒന്നാമതായി വരുന്ന ചോദ്യം നമ്മളാരും മറന്നു പോകരുത്. എനിക്ക് വരാനുള്ള ഒരു രംഗമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, ആദ്യമായി എന്റെ സ്വശരീരത്തോടും എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും ഇത്തരം കാര്യങ്ങളിലൊക്കെയുമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധ ചൊലുത്തേണ്ടതെന്ന് പ്രത്യേകമായി ആമുഖമായി ഒന്ന് ഉണർത്തി നമുക്ക് മസ്അലപരമായ വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. തിരുവമ്പാടി വലിയ വേജാരിലാണ്, ഇന്ന് കുളിപ്പിക്കുമോന്ന്. ഇന്ന് ചിലപ്പം കുളിപ്പിക്കാൻ തുടങ്ങിയേക്കാം, അല്ലെങ്കിൽ എത്തിയതം വെച്ച് നിർത്തിയേക്കാം. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും, ഓരോ വിഷയങ്ങൾ പറയുമ്പോ അത് സംശയം തീർത്ത് ഞാൻ മുമ്പൊക്കെയും പറയും പോലെ, കാരണം മരിച്ച വീട്ടിൽ ചെന്നാൽ 100 രാജ്യത്തിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടാവും. 6 നാട്ടിൽ നിന്ന് 100 അഭിപ്രായവുമായിട്ടാണ് ഒരു മയ്യത്ത് പരിപാലനവുമായി ഇന്ന് പല ഗ്രാമങ്ങളിലും ബന്ധപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ഒരാൾ മരിച്ച് നമ്മൾ കുളിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ കഫൻ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചതാണ് സത്യമെന്ന് മനസ്സിലാക്കി അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വാശി പിടിക്കുന്ന പല രംഗങ്ങളും ഒരു മയ്യത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട വീടുകളിൽ സദസ്സുകളിൽ സംഭവിക്കാറുണ്ട്. ആ സമയത്തൊക്കെയും അതിന്റെ ഒരു ശരിയായ രൂപത്തിൽ ധൈര്യസമേതം നമുക്ക് മുന്നിട്ടിറങ്ങി ഒരു അഫ്ളലായ അക്മലായ സുന്നത്തായ രൂപത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട ഈ മയ്യത്തിനെ കൈകാര്യം ചെയ്യട്ടെ എന്ന മനക്കരുത്തും ധൈര്യവും നമുക്ക് ഈ വിഷയത്തിൽ വേണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുളിപ്പിക്കൽ കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ നാടുകളിലൊക്കെയും പല രൂപത്തിലും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെയും അഭിപ്രായമുള്ളവരുണ്ടാകും. അവരൊക്കെയും അത് തിരുത്തണം. ഇനിയിട്ടും സംശയം തീരുന്നില്ലെങ്കിൽ PM അയക്കാൻ പറ്റിയവർക്ക് അങ്ങനെയോ, റേഡിയോ ശ്രോതാക്കൾക്ക് ഫോൺ വഴിക്കോ, മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റിയവർക്ക് മൈക്കെടുത്ത് ചോദിച്ചിട്ടോ സംശയങ്ങൾ തീർക്കാൻ നമുക്ക് അവസരമുണ്ട്. ഞാൻ എല്ലാ സമയത്തും പറയുന്നത് പോലെ നമ്മൾ വലിയ സമയം ഈ KMICക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. വലിയ സംഖ്യ നമ്മൾ KMICക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉപകാരം നമ്മുടെ കുടുംബത്തിന് മീൻ വാങ്ങിക്കൊടുക്കേണ്ട കാശ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് 10 രൂപ സമ്പാദിക്കേണ്ട സമയം KMICയിൽ ഇരുന്ന് വിഷയം കേട്ടത് കാരണം, അല്ലെങ്കിൽ KMICയിൽ ഐഡിയ കൂട്ടാൻ വേണ്ടി ഐഡിയ ഇടാൻ വേണ്ടി നെറ്റ് റീചാർജ് ചെയ്ത കാരണം ഒരുപാട് പൈസ നമുക്ക് ചെലവായിട്ടുണ്ട്. ആ ചെലവാക്കിയതിനു പകരം നാളെ കുടുംബമിത്രാദികൾക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നത് നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇന്നലെ യാദൃശികമായി നമ്മൾ ചില വിഷയങ്ങൾ പറഞ്ഞു. അത് കേൾക്കാത്ത പലവരുമുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, നമ്മൾ ഒരു മരണം ആസന്നമായ രോഗിയാണെങ്കിൽ ആ രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊടുക്കണം. അവിടെ മുഹമ്മദ് റസൂലുള്ള സുന്നത്തില്ല. അത് മുമയ്യിസായ കുട്ടിയാണെങ്കിലും സുന്നത്താണ്. അതുപോലെ തന്നെ അനന്തരാവകാശികളും ശത്രുക്കളും അത് ചൊല്ലിക്കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ രോഗി തന്നെ ചൊല്ലിയാൽ ഇനി ആരും അത് ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരാൾ ചൊല്ലിക്കൊടുത്ത് ആ രോഗി ചൊല്ലിയാൽ ഇനി രണ്ടാമത്തെ ചൊല്ലിക്കൊടുക്കൽ സുന്നത്തില്ല. ചൊല്ലും എന്ന് പറഞ്ഞ് നിർബന്ധിക്കലും സുന്നത്തില്ല. അതുപോലെ തന്നെ ഈ രോഗി ഒരിക്കൽ സംസാരിച്ച് ചൊല്ലി വേറെന്തെങ്കിലും ഭൗതികമായ സംസാരങ്ങൾ സംസാരിച്ചാൽ വീണ്ടും അത് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ മരണമാസന്നമായ രോഗിയെ ഖിബിലയിലേക്ക് തിരിച്ച് കിടത്തണം. അവരൊരു ചെറിയ ചർച്ചയുണ്ട്. ഇൻഷാ അല്ലാഹ് മരിച്ചതിനു ശേഷം ആ മയ്യത്തിനെ കിടത്തുന്ന രൂപത്തിൽ ആ ചർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഖിബിലക്ക് മുന്നിട്ട് കിടത്തുക. അതുപോലെ തന്നെ സൂറത്തു യാസീൻ ഉറക്കനെയും സൂറത്തു റഅദ് പഠിക്കനെയും ഓതുക. വെള്ളത്തിലേക്ക് ആവശ്യമുള്ളതായുള്ള അടയാളങ്ങൾ ആ രോഗിയിൽ നിന്ന് കണ്ടാൽ വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. അടയാളങ്ങൾ
അടയാളം കണ്ടിട്ടില്ലെങ്കിൽ വെള്ളം കൊടുക്കൽ സുന്നത്താണ്. അത് നല്ല തണുത്ത വെള്ളമായിരിക്കണം. സാധാ തണുത്ത വെള്ളം, ഐസ് വാട്ടർ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം എന്ന മയനാക്കല്ല, സാധാ തണുത്ത വെള്ളമായിരിക്കലാണ് സുന്നത്ത്. തേൻ അല്പം കൊടുക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ നമ്മൾ എന്തും പറഞ്ഞു, ഈ മരിക്കാൻ പോകുന്ന വ്യക്തി, ഈ വ്യക്തി പൊരുതികേട് കാണിക്കുന്നുണ്ട്, രോഗം കാരണം, വിഷമം കാരണം പൊരുതികേട് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ രോഗിയെ അല്ലാഹു തആലാന്റെ റഹ്മത്തില് ആഗ്രഹിപ്പിക്കല് രോഗം സന്ദർശിക്കുന്നവർക്ക് നിർബന്ധമാണ്. അങ്ങനെ പൊരുതികേടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ അവൻ സ്വസ്ഥമായി അല്ലാഹു തആലാന്റെ ഖളാ ഖദറിൽ ഉറച്ചു വിശ്വസിച്ച് അവന്റെ രോഗങ്ങളിലൊക്കെയും സഹിച്ച് അവൻ മിണ്ടാതെ ക്ഷമാശീലനായി കിടക്കുകയാണെങ്കിൽ രോഗം സന്ദർശിക്കുന്നവർക്ക് അല്ലാഹു തആലാന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് ആഗ്രഹമുണ്ടാക്കി കൊടുക്കൽ സുന്നത്താണെന്നും നമ്മൾ പറഞ്ഞു. ഇനി ഒരാൾ മരിച്ചാൽ, അല്ലേ, ഞാൻ ഇതിന്റെ ഇടയിലല്ല, ഞാൻ ഒറ്റ വാക്കിലടക്കം നമ്മൾ സാധാരണ അതിനൊന്നും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തി മരിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമായി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള്, ഒരാളും മരിച്ചതിന്റെ പ്രാഥമികമായ ചില അടയാളങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് അടയാളങ്ങൾ പറഞ്ഞ് കുറെ വിശദീകരണങ്ങൾ സാധാരണക്കാര് ഗഹനമായി പഠിക്കേണ്ട കുറച്ച് വിഷയങ്ങൾ അവിടെ വരും. തിരുവമ്പാടി ക്ഷമിക്കണം, കുളിപ്പിച്ചില്ലെങ്കിലും പഠിക്കേണ്ടത് ശരിയായ രൂപത്തിൽ പഠിച്ചിട്ടു തന്നെ നമുക്ക് മുമ്പോട്ട് പോയാൽ മതി എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അള്ളാഹു നമ്മളുമായി ബന്ധപ്പെട്ടവരെ കൈകാര്യം ചെയ്യാനുള്ള ഇൽമ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് പ്രാഥമികമായ ചില കാര്യങ്ങൾ അവിടെയും ഞാൻ ആദ്യമായ ഒരു കാര്യം ഉണർത്തുകയാണ്. ഇന്ന് പല വയസ്സായ ആളുകളും ഉണ്ടാവും, മൂത്രത്തിന് ട്യൂബ് തിങ്ങാണ്ട് കിടക്കുന്ന രോഗികൾ. അത് സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂത്രത്തിന് ട്യൂബിട്ടാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അത് നമ്മൾ വളരെ വ്യക്തമായി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതോ സമയത്ത് നമ്മൾ APJ ചെറുവാടി അതിന്റെ ലിങ്ക് അങ്ങനെ അടിച്ചിരുന്നു. പുതിയ ശ്രോതാക്കള് ഓരോ ദിവസവും KMIC-യിലേക്ക് റേഡിയോ ശ്രോതാക്കളായി കടന്നു വരുന്നത് കൊണ്ട് അവർക്ക് കൂടി ഉപകരിക്കട്ടെ എന്ന നിലയ്ക്ക് ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ വീട്ടിൽ വയസ്സായ വല്യമ്മ, വയസ്സായ വല്ലിപ്പ, മൂത്താപ്പ, അമ്മായിമ്മ ഇവരെ പോലോത്തവരൊക്കെയും മൂത്രം പോവാത്തതിന്റെ പേരിൽ മൂത്രത്തിന് ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട്. മൂത്രത്തിന് ട്യൂബിട്ടാൽ ഒരുപാട് സാധാരണക്കാർ മനസ്സിലാക്കുന്നത് എന്താണ്, അവര് മൂത്രത്തിന് ഇങ്ങനെ മൂത്രം ഒറ്റുകൊണ്ടിരിക്കല്ലേ, ആ ട്യൂബിന്റെ തലക്ക് ഒന്നായിട്ടൊരു ബാഗ് നിറയെ, ഒരു കീശ നിറയെ മൂത്രമാണ്, പിന്നെ എങ്ങനെയാണ് നിസ്കരിക്കുക എന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം സാധാരണക്കാരുണ്ട്. മൂത്രത്തിന് ട്യൂബിട്ടാൽ നിസ്കരിക്കേണ്ട രൂപം വിശദീകരിക്കുന്ന ലിങ്ക് നമ്മുടെ KMIC-യുടെ സൈറ്റിലുണ്ട്. പുതിയ ശ്രോതാക്കള് അത്തരം വിഷയങ്ങളൊക്കെയും കേട്ട് അവനവന്റെ കുടുംബത്തിലെ രോഗികൾക്ക് ഇസ്ലാമികമായ കടമകൾ നിറവേറ്റിക്കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി. ഇങ്ങനെ മൂത്രത്തിന് ട്യൂബിട്ട രോഗികൾ മരിച്ചാൽ, അവിടെയാണ് ഇതിന്റെ ചർച്ച ഇപ്പോൾ വരുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിവരമില്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും, മൂത്രത്തിന് ട്യൂബിട്ട് വല്യമ്മ അങ്ങനെ അത് മരിച്ചിക്കാണ്, അല്ലെങ്കിൽ വല്യാപ്പ അങ്ങനെ അത് മരിച്ചു, ട്യൂബ് അകത്തും പകുതി പുറത്തുമാണ്. ചെലോല് വിവരമില്ലാതെ ഇങ്ങനെ വലിക്കും. അതാ നമ്മളെ APJ ചെറുവാടി, അബൂ റയ്യാൻ, മൂത്രത്തിന് ട്യൂബിട്ടവർ എങ്ങനെ നിസ്കരിക്കും? അത് വളരെ നമ്മൾ കാലോചിതമായി എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു മസ്അല എന്ന നിലയ്ക്ക് ഞാൻ ഒന്നുകൂടി ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂത്രത്തിന് ട്യൂബിട്ട നിലക്ക് ഒരു രോഗി മരിച്ചാൽ പലവരും വിവരമില്ലായ്മ കാനത് പിടിച്ചു വലിക്കും. വലിച്ചാൽ അത് പോരൂലാന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏത് മൂത്രത്തിന് ട്യൂബിട്ട് ആ നിലക്ക് ആ രോഗി അങ്ങനെ മരിച്ചാൽ നമുക്കിപ്പോ ആ ട്യൂബ് ഒഴിവാക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ചിലർക്ക് ഇങ്ങനെ വലിക്കും. അത് വലിച്ചാൽ പെട്ടെന്ന് പുറത്തേക്ക് പോരില്ല എന്നാണ്. കാരണം ഈ മരിക്കലോട് കൂടെ ഒരു പ്രത്യേകമായ ഒരു കാറ്റ് അകത്തേക്ക് വലിയുന്നുണ്ട്. ഈ വലിവ് കാരണം ഈ ട്യൂബിനൊരു ചെറിയ വലിവ് അങ്ങോട്ട് അകത്തേക്ക് ഒരു തള്ളിച്ച വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പുറത്തേക്ക് വലിച്ചാൽ അത് പോരൂല. അതുകൊണ്ട് ചിലപ്പം രാത്രി സമയത്തൊക്കെയും അങ്ങനത്തെ രോഗികൾ മരിക്കുമ്പോ ചിലപ്പം ഡോക്ടർമാരെ വിളിച്ചാൽ കിട്ടൂല. നേരം വെളുക്കോലം ഒരു രോഗി
ഒരു മയ്യത്ത് മൂത്രത്തിന് ചൂപിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥക്കും വരുമ്പോ നമുക്ക് തന്നെ വല്ലാത്തൊരു വിഷമമായി തോന്നും. അതുകൊണ്ട് സ്വീകാര്യയോഗ്യമായ ഒരു ഡോക്ടർ പറഞ്ഞു തന്ന ഒരു പ്രാഥമിക വിജ്ഞാനമാണ്. അത് കിതാബ് നോക്കിയാൽ കാണുകയില്ല. ഇനി അതിനെതിരായി വല്ല രോഗികളിൽ നിന്നും സ്വമേധയാ വലിച്ചപ്പോ പോനാല് അബൂറയ്യാൻ പറഞ്ഞത് പഴച്ചനും പറയേണ്ടത് എന്നോടൊരു രോഗി പറഞ്ഞൊരു വിഷയമാണ്. അപ്പൊ ഞാനൊരു മൂത്രത്തിന് ചൂപിട്ട ഒരു രോഗിയുടെ അടുക്കല് ഏകദേശം മദ്യം ഇനി ആ ട്യൂബ് ഊരുന്നതിന് മുമ്പ് രക്ഷപ്പെടൂലാൻ ഉറപ്പായപ്പോ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ നിലക്ക് ഇപ്പൊ ഈ രോഗി മരിച്ചപ്പോ എന്താ ചെയ്യുക? ഇത് ട്യൂബ് വലിച്ചാ പോരൂലേ? പെട്ടെന്ന് നിങ്ങളെപ്പോലത്തോലെ കിട്ടിക്കോന്നില്ലല്ലോ. അപ്പൊ അന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ മൂത്രത്തിന്റെ ട്യൂബിന് ഒരു ഇണച്ചുണ്ടാവും. ഈ നമ്മളെ ഈ ചവന് എന്തായാലും പറയാം, നമുക്കൊരു ഇണച്ചുണ്ടാവും. ഈ ഇണച്ചത്തിന്റെ ഇങ്ങേ ഭാഗത്ത് വെച്ച്, ഇണച്ചം കഴിഞ്ഞിട്ടല്ല, ഇണച്ചെന്നാ ഞങ്ങൾക്ക് തിരിഞ്ഞാനാവും, അതായത് ഒരു കോണ് ഈ മൂത്രത്തിന്റെ ട്യൂബിനുണ്ടാവും. മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അതിന്റെ ഇങ്ങേപ്പുറത്ത് വെച്ചുകൊണ്ട് കത്രിക കൊണ്ട് മുറിക്കുക. അപ്പൊ അതിൽ തങ്ങി നിൽക്കുന്ന മൂത്രം ഏറെ എന്ത് ചെയ്യും? സ്വമേധയാ അങ്ങോട്ട് പുറത്തേക്ക് പോരും. പുറത്തേക്ക് പോന്നാൽ സുഖമായി ആ പൈപ്പ് വലിക്കാൻ പറ്റും. സുഖമായി ഈസിയായി ആ പൈപ്പ് ഇങ്ങോട്ട് പോരും. നേരെ മറിച്ചു ഇത് ചെയ്യാതെ വാപ്പ മരിച്ചു എന്ന് ഉറപ്പായി, അല്ലെങ്കിൽ വല്യാപ്പ മരിച്ചു എന്ന് ഉറപ്പാവുമ്പോഴേക്ക് ട്യൂബ് വലിക്കാൻ നിന്നാൽ അത് ഈ മയ്യത്തിന് അത് വളരെ വിഷമമാകും. കാരണം മയ്യത്തിന്റെ കെണുപ്പുകൾ മയമാക്കുന്നിടത്തൊക്കെയും ആ മയ്യത്തിനോട് ഏറ്റവും സ്നേഹമുള്ളവരാവണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം മയ്യത്തിന്റെ വേദനിപ്പിക്കാതെ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തി, പലപ്പോഴും സാധാരണക്കാർക്ക് അറിയാത്ത ഒരു ഡോക്ടർമാർ സംബന്ധമായ പ്രാഥമികമായ ഒരു വിജ്ഞാനമാണ് അത് എന്ന നിലയ്ക്ക് ഞാൻ ഉണർത്തുന്നു. അപ്പൊ മൂത്രത്തിന് ട്യൂബിട്ട നിലയ്ക്ക് രോഗികൾ മരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു വേജാരിൽ പിടിച്ച് വലിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനൊരു പ്രത്യേകമായ ഒരു ഇണച്ചം, ഒരു രണ്ട് ഭാഗം കൂടിയ ഒരു ഭാഗം കാണാം. അതിന്റെ നേരെ ഇങ്ങേപ്പുറത്ത് വെച്ച് കത്രിക പോലോത്തത് കൊണ്ട് അത് മുറിച്ചാൽ സ്വമേധയാ സുഖമായി അത് പോരുന്നതാണ് എന്നറിയിക്കുകയാണ് സാന്ദർഭികമായിട്ട്. അപ്പൊ ഏതായിരുന്നാലും ഒരു രോഗി മരിച്ചാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മുടെ കൃഷ്ണമണിയിലേക്ക് ജീവനുള്ള ഒരു വ്യക്തിയാണെന്ന് വെക്കുക. ജീവനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണിലേക്ക് നല്ല നിറമുള്ള ടോർച്ച് കൊണ്ട് നിങ്ങൾ ടോർച്ചടിക്കുക. നല്ല നിറമുള്ള വല്യാപ്പ ഹജ്ജിനോവിന കാലത്ത് എവറതിരെ 3 കത്ത വാങ്ങിത്തീന ടോർച്ചയെ തളിച്ചാലൊന്നും ഇത് നടക്കൂലത്തോ. തീരെ ചാർജില്ലാത്ത ടോർച്ചയെ ചളിച്ചു നോക്കി, അതല്ല നല്ല നമ്മളെ നാസറാജിലെ സ്ട്രോങ് ലൈറ്റ്, എന്താ ലൈറ്റ് ഇല്ലേ, അതിൽ പവർ ലൈറ്റുള്ള ഒരു ടോർച്ച് കൊണ്ട് നിങ്ങളൊരു രോഗിയുടെ ഒരു വ്യക്തിയുടെ കണ്ണിലേക്ക് അടിക്കുക. ആ ആത്മാവ് ഈ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ആ കൃഷ്ണമണി ഇളകിയിരിക്കുന്നതാണ്. ഇതൊന്നും കിതാബിലുള്ള മസലയല്ല. ഇതൊക്കെ ഇപ്പൊ ഈ പറയുന്നത് ഡോക്ടർമാരുടെ അടുക്കൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ചില രാത്രി സമയത്തൊക്കെയും അല്ലെങ്കിൽ ഡോക്ടർമാര് മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടർമാരെ കൊണ്ടുവരുമ്പോ അവരുടെ കൈവശം ടോർച്ചൊക്കെണ്ടാവും. ഞാനായ കണ്ണിൽക്ക് തോത്തില്ലേ, ഈ ശരീരത്തിൽ ആത്മാവില്ലേ, ജീവനില്ലേ, ആ കൃഷ്ണമണി അളകുകയില്ല. അപ്പൊ നല്ല നിറമുള്ള ടോർച്ച് കൊണ്ട് ഈ വ്യക്തിയുടെ കണ്ണിലേക്ക് കൃഷ്ണമണി മെല്ലെ പൊളിച്ചു നോക്കിയിട്ട് ആ കൃഷ്ണമണിയിലേക്ക് അടിച്ചാൽ ആ കൃഷ്ണമണി ഇളകുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്കുക. ഇളകുന്നില്ലേ, അതൊരു മരണത്തിന്റെ അടയാളാണ്. ഇതെന്റെ പേരിൽ പെട്ടെന്ന് മോത്ത് മുന്തിടാൻ പോവെന്താ പറയാം, അത് ഒരു അടയാളമാണ്. പിന്നെ മറ്റൊരു അടയാളമാണ് 2 ചെരിപ്പടിക്കാല് തളരുക. 2 ചെരിപ്പടിക്കാലുണ്ടാവുക. തളരുക എന്ന് പറഞ്ഞാൽ ശരിയായ രൂപത്തിൽ നിൽക്കാതിരിക്കുക. എടുത്ത് കാണിക്കാനൊക്കെ പ്രയാസമുണ്ട്, മനസ്സിലാവാത്തവരൊന്നും ഉണ്ടാവുകയില്ല. ഇപ്പൊ സാധാരണ നമ്മൾ മലർന്ന് കിടന്നാല് 2 ചെരിപ്പടിക്കാലും മുകളിലേക്ക് നിവർത്തി വെച്ചാൽ ശരിയായ രൂപത്തിൽ അത് നിൽക്കും. നേരെ മറിച്ച് ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞാൽ ഈ 2 ചെരിപ്പടിക്കാല് നേരെ മുകളിലേക്ക് നിൽക്കാതെ 2 സൈഡിലേക്ക് അതങ്ങത്ത് മരിഞ്ഞു വീഴുക, ഇങ്ങനെ
തളർന്നു കിടക്കുന്ന രൂപത്തിലായിരിക്കും. ഒരിക്കലും ഒരു മരിച്ച വ്യക്തിയുടെ 2 ചൊരിപ്പടിക്കാല് ശരിയായ രൂപത്തില് ആ വിരലുകൾ മുകളിലേക്കാവുന്ന രൂപത്തില് കുത്തനെ നിർത്താൻ സാധിക്കില്ല എന്നാണ്. ആ 2 ചൊരിപ്പടിക്കാലും എന്ത് ചെയ്യും, 2 ഭാഗത്തേക്കായി ഇടത്തെ കാല് ആ സൈഡിലേക്കും വലത്തെ കാല് ഈ സൈഡിലേക്കും അങ്ങോട്ട് തളർന്നു വീണിരിക്കും. അതൊരിക്കലും നിർത്താൻ സാധിക്കില്ല. അത് 2ാമത്തെ അടയാളമാണ്. 3ാമത്തെ മറ്റൊരു അടയാളമാണ്, സാധാരണ 2 ചെരിപ്പടിക്കാലിന്റെ ഉള്ളൻ കാലിൽ ഒരു കുഴിയുണ്ട് അല്ലേ. അഹ്മസാഹൂനൊക്കെ അതിന് പറയും 2 ഉള്ളൻ കാലിൽ ഒരു ചെറിയ കുഴി കാണാം. ഈ കുഴിക്ക് കുറച്ചുകൂടി താഴ്ച കൂടുക, 2 ഉള്ളൻ കാലിലെ ചെരിപ്പടിക്കാലിലെ അടിഭാഗത്തുള്ള ഒരു പ്രത്യേകമായ കുഴി കാണാം. ആ കുഴി ഒന്നുകൂടി ഈ ഉള്ളിലേക്ക് വലിഞ്ഞതായി ആഴം കൂടിയതായിട്ട് കാണുക. അത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ സാധാരണ നെറ്റിയുടെ ഭാഗത്ത് 2 ആറ്റുചെന്നിയുടെ ഭാഗത്ത് ഒരു ചെറിയ താഴ്ച ഉണ്ടല്ലേ, നെറ്റിക്കുഴി എന്ന് നമ്മൾ പറയും. അത് അല്പം കൂടി അധികമായി വരിക. ഈ നെറ്റിയുടെ ഭാഗത്തുള്ള നമ്മുടെ കൃതാവിന്റെ നേരക്കായി 2 ആറ്റുചെന്നിയുടെ ഭാഗത്തൊരു കുഴി കാണാം. അത് ഒന്നുകൂടി ഒരു ആയത്തിലേക്ക് ഒന്നുകൂടി അധികമായ മാതിരി കാണുക. അതുപോലെ തന്നെ ചെവിയുടെ തൊട്ടി പിന്നിലേക്ക് മടങ്ങുക. സാധാരണ നമ്മൾ ചെവിത്തൊട്ടില്ലേ, ഈ സ്ത്രീകള് കമ്മല ധരിക്കുന്ന ഭാഗം, സ്ത്രീകൾ കമ്മല ധരിക്കുന്ന ഭാഗം, ആ ഭാഗം അല്പം ബാക്കിലേക്ക് മടങ്ങിയ മാതിരി കാണുക. ഇപ്പൊ സാധാരണ എല്ലാവരും കണ്ണാടി നോക്കിക്കോളിട്ടോ, അത് നല്ലതാണ്. ഇപ്പൊ കണ്ണാടി കൈവശമുള്ളവരെ കൊണ്ടുവന്ന് നോക്കി അവനവന്റെ ഈ ചെവിയുടെ തൊട്ടി ആ സ്ത്രീകൾ കമ്മല ചെയ്യുന്ന ഭാഗം ശരിയായ രൂപത്തിലായിരിക്കും നിൽക്കുക. മരിച്ച വ്യക്തിയാണെങ്കിൽ അല്പം ബാക്കിലേക്ക് എന്ത് ചെയ്യും, ഒരു വളവ്, അതായത് ഒന്നായിട്ട് വളയാനല്ല, ഒരു ചെറിയ വളവ് ഈ ചെവിയുടെ തൊട്ടിക്ക് സംഭവിക്കുമെന്നാണ്. അതേമാതിരിക്ക് തന്നെ ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ മറ്റൊരു വിവരമാണ്, ഒരു വ്യക്തി ജീവനുണ്ടെങ്കിൽ അവൻ അറിയാത്ത രൂപത്തില് അവന്റെ 2 സൈഡ് 2 ഭാഗങ്ങൾ, അഥവാ ഇടത്തെ വാരിയല്ലിന്റെ ഭാഗത്തും വലത്തെ വാരിയല്ലിന്റെ ഭാഗത്തും അവൻ അറിയാത്ത രൂപത്തിൽ ഒന്നിങ്ങട്ട് കുത്തുക. ഈർക്കിളിവന്തോ വിരലുവന്തോ കുത്തിയാൽ ആത്മാവ് ശരീരത്തിലുണ്ടെങ്കിൽ അത് അവൻ ഇളകിയിരിക്കുന്നതാണ്. അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ അറിഞ്ഞിട്ട് ചിലർ ആൾക്കാരെങ്കിലും ഇക്കിളിപ്പെടുത്തും. ചിലർക്ക് ഇക്കിളിപ്പെടുത്തിയാൽ ഇക്കിളി ആകൂല. ഇക്കിളി ആവാത്തവർക്ക് സ്നേഹമില്ല എന്നതിനാണ് അതിന്റെ അർത്ഥം കാരണവന്മാര് പറയുന്നത് കേൾക്കാം. ചില ഇജ്ജിന് എത്ര വേണമെങ്കിൽ ഇക്കിളിപ്പെടുത്തിക്കോ, ഇന്റെ ഇക്കിളിയൊക്കെ ഉമ്മ 40 വിളിച്ചപ്പോ സോപ്പും പതയെ കൂടെ അനുഭവിക്കുന്ന കാര്യം, അതിന്റെ അർത്ഥം ഓനിക്ക് സ്നേഹമില്ല എന്നാണ്. ഇക്കിളിയുള്ള ആളുകൾക്ക് മനുഷ്യരോട് സ്നേഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെയും വയസ്സായവർ പറയുന്നത് കേൾക്കാം. അപ്പൊ ഏതായിരുന്നാലും ഒരാളോട് പറയാണ്, അന്നെ ഞാൻ ഇക്കിളിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ അവൻ ധൈര്യം സംഭരിച്ചിങ്ങനെ ഇരിക്കും. ഇനിയിപ്പോ ഇത് വന്നിട്ട് ഭർത്താവ് കേൾക്കുന്ന സ്ത്രീകൾ വേണമെങ്കിൽ ഭർത്താവ് ഇങ്ങനെ കസാലയിൽ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുക, ഓനെന്തോ ആലോചിച്ചിരിക്കാണ്, നാട്ടു പോവാൻ കായില്ലാട്ടോ, അല്ലെങ്കിൽ പടച്ചോനെ ലീവ് കയ്യാറായല്ലോ, ഇനി അടുത്ത ആഴ്ച തിരിച്ചു പോവനല്ലോ എന്നിങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോ പടച്ചോനെ ജീവൻ പോയ ഇയാളെന്താ കുറെ നേരമായാലും അളകാതിരിക്കണ്, ഒന്ന് പരിശോധിക്കട്ടെ. ആ കസാലയുടെ ബാക്ക് കൂടെ അറിയാതെ ചെന്നിട്ട് ഒന്നത് ഇതാക്കിക്കൊണ്ട് ശരിയാ അബുദയ്യാൻ പറഞ്ഞത് വളരെ കാര്യം, ജീവൻ കിട്ടോ രക്ഷപ്പെട്ട് ഞങ്ങളിങ്ങനെ അളകാതിരിക്കുന്ന കണ്ടപ്പോ സൈലന്റ് അറ്റാക്കേറ്റ സംഭവിച്ചു എന്ന് തോന്നിയപ്പോ ഞാൻ അബുദയ്യാൻ പറഞ്ഞ അടയാളൊന്ന് പരീക്ഷിച്ചാണ്, തല്ല് കിട്ടിയാൽ അവനാന്റെ എത്തിയമ്മിന് വരവ് വെച്ചോലോന്തു എന്നും സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ ഒരാള് അറിയാത്ത നിലക്ക് പെട്ടെന്ന് അവന്റെ 2 സൈഡിൽ ചെന്നിട്ട് ഒന്ന് ഞെക്കിയാൽ, അതും ഞാനൊരു പരിചയ സമ്പന്നമായ ഒരു ഡോക്ടർ വന്ന് ഒരു വ്യക്തി മരിച്ചു, ഡോക്ടറെ കൊണ്ടുവന്നപ്പോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിച്ചതാണ്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ഡോക്ടർ വരുമ്പോ നമ്മൾ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കല്ല. പെട്ടെന്ന് മരിച്ച് ഡോക്ടറെ കൊണ്ടുവന്നു, ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ടാണില്ല, 10 മിനിറ്റ് ആയിക്കിന് മരിച്ചിട്ട്. അത് നമ്മളൊന്ന് നോക്കണം, എന്തൊക്കെയാണ് ഇപ്പൊ ഈ ഡോക്ടർ ഇയാൾ മരിച്ചു എന്നതിന് അടയാളമായി എന്തൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത്. ഇതും ഞാനൊരു ഡോക്ടറിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണ്. എനിക്ക് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? 2 സൈഡിലും കുപ്പായതാത്ത രൂപത്തിൽ വെല്ലൊന്നുമില്ല, നമ്മളെ ചൂണ്ടാനി വിരലും തല്ലാൻ വിരലും ഞെക്കിച്ച് 2 സൈഡിലും ഒന്നുകിട്ട് നുല്ലിയാ മതി. ജീവനുണ്ടെങ്കിൽ ആ വ്യക്തി ഇളകിയിരിക്കുമെന്നാണ്.
അതും ആത്മാവ് പിരിഞ്ഞതിന്റെ ഒരു അടയാളമായി കണക്കാക്കാം. പിന്നെ മറ്റൊരു അടയാളുണ്ട്, പറയാൻ വിഷമെന്തെങ്കിലും പല അടയാളം നോക്കിയിട്ട് ഉറപ്പ് വരുന്നില്ല. അപ്പൊ ഇങ്ങനൊരു അടയാളുണ്ട്, അതും നോക്കുക എന്ന് പറയുന്നു. നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷെ കിതാബിയായിട്ട് ശരീരശാസ്ത്രം ആത്മാവ് പിരിഞ്ഞയിടത്ത് ശരീരശാസ്ത്രം പറയുന്നിടത്ത് കാണുന്നുണ്ട്. അത് പുരുഷന്മാർക്കേ ആ അടയാളം ഉണ്ടാവുകയുള്ളൂ, സ്ത്രീകൾക്കത് ബാധകമല്ല. അഥവാ സാധാരണ പുരുഷന്മാരുടെ വൃഷ്ണം എന്നല്ല ഇതിന് പറയാ, നമ്മളെ മൂത്രത്തരി എന്ന് പച്ച മലയാളത്തിൽ പറയാം. അതിപ്പോ നിങ്ങൾ അതൊന്നും വിചാരിക്കരുത്, കാരണം ഒരു വിഷയം തിരിയാൻ വേണ്ടി പറയാണ്. അതിപ്പോ താഴ്ഭാഗത്തായിരിക്കും അല്ലേ? ഇല്ല. പക്ഷെ മരണസമയത്ത് അത് മുകളിലേക്ക് കയറിയിരിക്കുന്നതാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ആ രണ്ട് സാധാരണ നമ്മളെന്താ പറയുക, വൃഷ്ണം എന്നെന്തോ അതിന് പറയും. വേറെന്തെങ്കിലും മലയാള വാക്ക് അതിനെന്തോന്ന് എനിക്കറിയില്ല. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീകളൊക്കെ ക്ലാസ് കേൾക്കും ഉണ്ടാവും, പറയാൻ വിഷമമുണ്ട്. ആ രണ്ട് വൃഷ്ണങ്ങൾ അത് മുകളിലേക്ക് കയറിയിരിക്കും. അത് എല്ലാവരും കയ്യിട്ട് നോക്കണ്ട, നോക്കാൻ പറ്റുമോർക്ക് നോക്കാനും മാത്രം. അതൊക്കെ എപ്പോഴാണ് നമുക്കിങ്ങനെ സംശയങ്ങള്. ഈ വ്യക്തിയുടെ പെട്ടെന്ന് സുഖമായി ചോറ് വെച്ച് ഉറങ്ങിയതാ, മനുഷ്യന്റെ അവസ്ഥ അതാണ്. ഇന്നിപ്പോ നമ്മുടെ അബുസുനൂന്റെ നാട്ടില് ഇന്നലെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. വല്ലാത്ത ഒരു ഭയങ്കര രംഗമായി. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നതാണ്. ഗൾഫിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ ഇളയച്ചിയും കുട്ടികളൊക്കെ ബാംഗ്ലൂരിലാണ് താമസം. അപ്പൊ ഭാര്യയും കുട്ടികളും ഈ അഞ്ചത്തിയുടെ വീട്ടിലേക്ക് ബാംഗ്ലൂരിലേക്ക് പോയതാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ എവിടെയാണ് താമസം. അദ്ദേഹത്തിന്റെ തറവാടും ഉമ്മയും ഉപ്പയൊക്കെയുള്ള നമ്മുടെ അബുസുനൂന്റെ മഹല്ലത്തിൽ, കന്തേങ്കാവ് മഹല്ലത്തിലാണ്. അങ്ങനെ ഞാൻ നിങ്ങൾ ബാംഗ്ലൂർക്ക് പോയിക്കോലി, ഞാൻ ഒരു ദിവസം ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്തും പാർത്തോല. ഞാനിക്ക് ഇതുവരെ കൂടിയിട്ടില്ല. അദ്ദേഹം ഉപ്പയുടെയും ഉമ്മയുടെയും മതുക്കള് പാർക്കാൻ വേണ്ടി മിഞ്ഞാന്ന് രാത്രി വൈകുന്നേരത്ത് നമ്മളെ വെളയൂർ ഭാഗത്തേക്ക് വന്നു. ഇന്നലെ രാവിലെ അദ്ദേഹം പെട്ടെന്നൊന്ന് പോകുന്നു, ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഭാര്യയും മക്കളും ബാംഗ്ലൂരിലേക്ക് പോവോ? സന്തോഷത്തിൽ വിരുന്നാക്കാൻ അവർ അങ്ങോട്ടും പോയി, ഇവർ ഇങ്ങോട്ടും വന്നു. ഇന്നലെ രാവിലെ എന്തോ ഒരു ചെറിയ പെട്ടെന്ന് വീണു, മയ്യത്തായി. ഇന്ന് അദ്ദേഹം ഉള്ളത് ഫീസറില. കാരണം ബാംഗ്ലൂരിലെ ഭാര്യയും മക്കളും വരാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരത്ത് 3 മണിക്ക് രാവിലെ മരിച്ചു. പിന്നെ ഭാര്യയും കുട്ടികളും വൈകുന്നേരത്ത് രാത്രിയെ എത്തുള്ളൂ. അപ്പൊ രാവിലെ മയ്യത്ത് കബറടക്കാം എന്ന് വിചാരിച്ചിട്ട് ഫീസറിൽ വെച്ചിരിക്കുക. മനുഷ്യന്റെ അവസ്ഥ അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് സ്വാഭാവികമായി സംശയം വരും, ഇത് മരിച്ചിക്കണോ? എന്താ സംഭവിച്ചത്? ഷുഗർ കൂടിയതാണോ? പ്രഷർ കൂടിയതെന്ത്? നോക്കി എത്രയോ ആളുകൾ എന്റെ അനുഭവത്തിൽ നല്ലൊരു ഉസ്താദ്, ആ ഉസ്താദ് ഇപ്പൊ മരിച്ചു. ആ ഉസ്താദ് പെട്ടെന്ന് ഷുഗർ പറ്റങ്ങട്ട് പോയാൽ തീരെ അനക്കല്ല, ഒരു അനക്കില്ല. എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പിച്ച്. അങ്ങനെ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടിയില്ല. എല്ലാവരും പാടെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിൽ ആരും മരിച്ചിട്ടൊന്നുമില്ല. ഷുഗർ പോയതാ. അവിടെ കൂടിയവരൊക്കെയും ആ ഉസ്താദ് മരിച്ചു എന്ന് ഉറപ്പിച്ചതാ. കാരണം ഒരു അനക്കും കാണാനില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ കേസെന്താ? ഷുഗർ പാതേ അങ്ങോട്ട് കുറഞ്ഞു, അങ്ങോട്ട് പോയി. അത് കാരണം ആരൊരു മരിച്ച ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മുടെ ഈ അടയാളങ്ങൾ ഉപകാരപ്പെടുക എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ അങ്ങനെ വൃഷ്ണം മുകളിലേക്ക് പോകുക, ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ, ഇനിയും വേറെയും പല അടയാളങ്ങളൊക്കെയും പറയുന്നുണ്ട്. പക്ഷെ ഏകദേശം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലുള്ള പ്രാഥമിക അടയാളമാകുന്നു ഇത്. ഇവരെ വളരെ വ്യക്തമായി എന്റെ സാധാരണക്കാർ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം മഹാന്മാരാവുന്ന ഫുഖാക്കൾ പറയുന്നൊരു മസ്അലയുണ്ട് ഇവരെ. ഇതെല്ലാം പിഴക്കാം, ഇതെല്ലാം കണ്ട വ്യക്തികൾ തന്നെ മരിച്ചിട്ടില്ല എന്ന് വരാം. ഇതൊന്നും കാണാത്തവർ മരിക്കുകയും ചെയ്യാം. മനസ്സിലായ? അത് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ. നമ്മൾ ഈ അടയാളങ്ങളൊക്കെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലുള്ള ശരീരത്തിന്റെ അടയാളങ്ങളാണ്. ഇനിയും ഒരു അടയാളം കൂടി പറയാം, അത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലതാ. ഒരാളെങ്ങനെ നീണ്ട് കിടക്കുക. ഇപ്പൊ ഒന്നിലധികം ആൾക്കാർ ഈ ക്ലാസ് കേൾക്കണമെന്ന് ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തു നോക്കി. ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ഇന്ന് കേൾക്കണുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഒരാളിങ്ങനെ നീന്ന് സാധാരണ മലർന്ന് കിടക്കുന്ന രൂപത്തിൽ മലർന്ന് കിടന്ന് 2 ചെരിപ്പടിക്കാലും
നിവർത്തി വെച്ച് ഒപ്പം വെക്കുക. എന്നിട്ട് ആ രണ്ടു തള്ളാൻ വിരല്, രണ്ട് ചെരിപ്പരിക്കാലും രണ്ട് കാലുമേലുള്ള തള്ളാൻ വിരല് അല്ലെങ്കിൽ പെരുവിരലൊന്ന് കൂട്ടിപ്പൊതിച്ചിട്ട് ഒന്നിങ്ങനെ കുലുക്കി നോക്കി. ആത്മാവ് ശരീരത്തിലുണ്ടെങ്കിൽ തല കുലുങ്ങൂലാനാണ്. പിന്നെ ഒന്നായിച്ചിട്ട് ഇങ്ങനെ കുലുക്കിയ ആരും കുലുങ്ങും, അത് കോമൂച്ചും കുലുങ്ങും, അതല്ല നമ്മുടെ വിഷയം. സാധാരണ ഒരാളിങ്ങനെ ശരിയായ രൂപത്തിൽ മലർന്ന് കിടക്കുക. എന്നിട്ട് അവന്റെ രണ്ട് ചെരിപ്പരിക്കാലും നീർത്തി വെക്കുക. രണ്ടു ചെരിപ്പരിക്കാല് വിരലുകൾ മുകളിലേക്കാക്കി വെച്ച് രണ്ട് പെരുവിരല് തമ്മിൽ കൂട്ടിപ്പിടിച്ച് അവന്റെ മറ്റേ ആളുടെ ചൂണ്ടാനി വിരലും തള്ളാൻ വിരലും കൊണ്ടും ഈ രണ്ട് പെരുവിരലൊന്നും ഇങ്ങനെ അളക്കിക്കോലി. തല അളകുന്നുണ്ടോ ഉറപ്പിച്ചോലി ആളെ പനി വയ്ക്കുന്നത്, ആള് ജീവല്യാന്ന്. തല അളകണില്ലേ, ഇല്ല, കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുക. അതൊരു ശരീരശാസ്ത്രമാണ്. അങ്ങനെ ചില ശരീരശാസ്ത്രങ്ങളുണ്ട്. അപ്പൊ അവർ തന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. ഒന്ന് സൂചിപ്പിക്കാൻ, നമ്മൾ മരിച്ച ഉടനെ കണ്ണ് ചിമ്പിപ്പിക്കൽ സുന്നത്താ, വലു അഴമ. കണ്ണ് കാണാത്ത ഒരു വ്യക്തിയാണ് മരിച്ചത്, കണ്ണ് തീരെ കാണാത്ത ഒരു വ്യക്തിയാണ് മരിച്ചത് എങ്കിലും അത് സുന്നത്താണ്. അല്ല കണ്ണ് കാണുന്നോലെ കണ്ണ് അടപ്പിക്കാൻ അങ്ങനെ ധാരണ ഉണ്ട്. ഫിഖീന്റെ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നു വലു അഴമ. അവരൊരു ശരീരശാസ്ത്രം പറയുന്നുണ്ട്. ചില രോഗികള് നമ്മൾ എത്ര കണ്ണ് അടപ്പിച്ചാലും കണ്ണ് അടിയില്ല. നോക്കോണ്ടു, മയ്യത്തുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അതറിയാം. ഇതൊക്കെയും അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും. ശരിയാണ്, ഞാൻ പല സ്ഥലത്തും ചെന്നിട്ട് മയ്യത്തിന്റെ കണ്ണടക്കാൻ നോക്കിയിട്ട് അറിഞ്ഞിട്ടില്ല ഉണ്ടാവും. എന്നാൽ അവരൊരു ശരീരശാസ്ത്രം പറയുന്നുണ്ട് ഫിഖീന്റെ കിതാബിലും. അത് അങ്ങനെ ഒരു കിതാബിൽ തന്നെ അങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് ആ കിതാബ് നോക്കിയ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആ കിതാബിൽ കണ്ടിട്ടില്ല. അതെന്താ, കണ്ണ് അടഞ്ഞിട്ടില്ല. നമ്മളൊരു വ്യക്തി മരിച്ചു, കണ്ണൊക്കെ നമ്മൾ അടച്ചു, പക്ഷെ കണ്ണ് അടയുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊരു മരിച്ച വീട്ടിൽ ചെന്നു, നമ്മൾ ഒന്ന് മയ്യത്തിനെ കടത്തിയതൊക്കെ ഒന്ന് ശരിയല്ലേ എന്ന് നോക്കുമ്പോ കണ്ണടഞ്ഞിട്ടില്ല. നമ്മൾ ചോദിച്ചു എന്താ കണ്ണടച്ചില്ലേ? അപ്പൊ ആ വീട്ടുകാര് പറയും ഞങ്ങൾ കുറെ അടച്ചു, പക്ഷെ അടയുന്നില്ല, കണ്ണടയുന്നില്ല എന്ന്. പല വീടുകളിൽ നിന്നുള്ള അനുഭവമാണ്. പലവരും മരിച്ചു കിടക്കുമ്പോ, പ്രത്യേകിച്ച് ഒരാൾ കണ്ണു തുറന്ന്, മരിച്ച വ്യക്തി കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ തന്നെ സ്വാഭാവികമായും നമുക്കൊരു ഭയം തോന്നും. അപ്പൊ എന്ത് ചെയ്യുക, അവരെ ഒരു ശരീരശാസ്ത്രം അത് പരിചയിച്ചവര്, അത് അനുഭവിച്ചവർ പറഞ്ഞതും അത് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസയോഗ്യമായ ഒരു ഉസ്താദ്, ഒരു ബാക്കവി പറഞ്ഞു, നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാരെ പരിഗണിച്ചിട്ടാണ് ഞാൻ ആ കിതാബ് പറയുന്നത്. ഞാൻ ആ കിതാബിൽ കണ്ടിട്ടില്ലട്ടോ, പക്ഷെ ആ കിതാബിൽ ഉണ്ട് എന്ന് നോക്കിയ ഒരാൾ പറഞ്ഞതാണ്. അവർ ചെയ്യേണ്ടതെന്താ, അതായത് ഈ മരിച്ച വ്യക്തിയുടെ കണ്ണ് നമ്മൾ എത്ര അടച്ചിട്ടും കണ്ണടയുന്നില്ല. നമ്മൾ കൈയെടുത്ത പോലെ തുറന്ന് കണ്ണും മീച്ചിങ്ങനെ കിടക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ വന്നാൽ ഈ മയ്യത്തിനെ മലർത്തിയിട്ടാണ് ഇപ്പൊ നമ്മൾ കിടത്താറുള്ളത്. ആ മയ്യത്തിന്റെ രണ്ട് പെരുവിരൽ, കാലിന്റെ പെരുവിരൽ ഒരാൾ പിടിക്കുക, ഒരാള് മയ്യത്തിന്റെ കാലിന്റെ ഭാഗത്ത് ഒരാൾ നിൽക്കുക. എന്നിട്ട് അയാളെ രണ്ട് കൈ കൊണ്ട് മയ്യത്തിന്റെ കാലിന്റെ രണ്ട് പെരുവിരലുകൾ ഒരാൾ പിടിക്കുക. മയ്യത്തിന്റെ തലക്കാൻ ഭാഗത്ത് ഒരാൾ നിൽക്കുക. എന്നിട്ട് ഈ തോളം കൈ അല്ലെങ്കിൽ കൈപ്പലായി എന്നോ തോളം കൈ എന്നൊക്കെ നമ്മൾ പറയും, ആ ഭാഗത്ത് ഒരാൾ നിന്നിട്ട് പിടിക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. ഈ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ഒരു ചികിത്സ നടക്കുന്നുണ്ട് ഇപ്പോ, നിങ്ങൾക്ക് അറിയാവുന്നതാകാം. നീളമില്ലാത്തോളം നീളം വെപ്പിക്കാണ്, നീളം കൂടിയോളെ കുറക്കാൻ യാതൊരു മാർഗവും ദുന്യാവിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നീളമില്ലാത്തവർക്ക് നീളം കൂട്ടിക്കൊടുക്കുന്നുണ്ട് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ. ചിലവന്റെ ഈ കുത്തിക്കുറുദാസുള്ള മനുഷ്യന്മാരുണ്ടാവും. ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം ഉണർത്താണ്. ഞങ്ങള് കൊടുമുടി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ, ഒരുപാട് സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പലവർക്കും അറിയാം കൊടുമുടി ഉസ്താദിന്. മഹാനായ എ.പി. ഉസ്താദ് എപ്പോഴും വളാഞ്ചേരി അസംബാക്കവി എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ 3-4 കൊല്ലമായി ഒരു ഭാഗം കുഴഞ്ഞ് വീട്ടിലാണ്. അള്ളാഹു തആല എല്ലാവിധ രോഗങ്ങളും മാറി ശിഫ നൽകുമാറാവട്ടെ. അങ്ങനെ ആ ഉസ്താദിന്റെ ദർസിലാണ് സാധുവായ ഞാൻ 11 കൊല്ലം ഓതിയിട്ടുള്ളത്. എ.പി. ഉസ്താദിന്റെക്കും വലിയ അഭേദ്യമായ ബന്ധാണ്. ചെറുപ്പം മുതലേ സംഘടന എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഉസ്താദന്മാരുടെ ദുആ ഫലമായി അൽഹംദുലില്ലാഹ് ഏകദേശമൊക്കെയും രക്ഷപ്പെട്ടു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു പള്ളി ദർസിൽ ഓതുന്ന സമയത്ത്
ഞങ്ങളൊരു 10-25 കുട്ടികളുണ്ട്. അങ്ങനെ പലവരും ചെലവിന് കൊണ്ടുപോകാൻ വേണ്ടി മുത്താലിമീങ്ങൾ അങ്ങനെ ദർസ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം കൊണ്ടുപോകുക. അപ്പൊ ഉസ്താദിനോട് പലരും ഭയങ്കര ചെറിയ കുട്ടിനെ മതി, വലിയ കുട്ടികളെ വാന്താന്നാണ്. ഒറ്റ ആൾക്കും വലിയ കുട്ടികളെ വാന്ത, എല്ലാവർക്കും ചെറിയ കുട്ടികൾ മതിയിലാണ്. അപ്പൊ ഉസ്താദ് പ്രസിഡന്റിനും സെക്രട്ടറിനും വരാൻ പറഞ്ഞു. ഉസ്താദ് സെക്രട്ടറിയും പ്രസിഡന്റും വന്ന് ഒരു ആശേരി വേണമെന്നാണ്. അപ്പൊ പ്രസിഡന്റും സെക്രട്ടറി വെച്ച് എന്തിനാ ഉസ്താദ് എപ്പ ആശേരി? അല്ല ഈ കുട്ടികളൊന്നും മുറിച്ച് പാകാക്കാനാണ് എന്നാണ്. അല്ലാതെ അപ്പോ ഞാനല്ലാതെ എന്ത് ചെയ്യാ? ഇന്റെ ദിവസത്തിൽ വലിയ കുട്ടികളുണ്ട്, ചെലവരിക്കാർക്കൊക്കെ ചെറിയ കുട്ടികളെ മതിയെങ്കിൽ ഇനി ആശയനെ കൊന്ന് മുറിച്ച് പാകാക്കല്ലാതെ വേറെ മാർഗമൊന്നും നിക്ക് കാണാനില്ല എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് വലിയവരെ ചെറുതാക്കാൻ മാർഗമില്ല, ചെറിയവരെ വലുതാക്കാനുള്ള സംവിധാനം ഇന്ന് കണ്ടുപിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് നീട്ടുക, അയച്ചിട്ട് ഒന്നാഴ്ചിട്ട് വലിക്കല്ല. ആ മയ്യത്തിനെ മലർത്തി കിടത്തുന്നു, ആ മയ്യത്തിന്റെ കാലിന്റെ ഭാഗത്ത് ഒരാൾ നിൽക്കുന്നു, അവന്റെ 2 കൈ കൊണ്ട് കാലിന്റെ 2 പെരുവിരലിനെ പിടിക്കുന്നു. ഒരാള് മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് 2 തോളൻ കൈയിന്റെ ഭാഗത്ത് മെല്ലെ ഒന്ന് പിടിക്കുക, ഒന്ന് മെല്ലെ ഒന്ന് അങ്ങോട്ടും വലിക്കുക ഇങ്ങോട്ടും വലിക്കുക, വളരെ നോർമലായിട്ട് വളരെ സിമ്പിളായിട്ടോ. അത് കണ്ണ് ഓട്ടോമാറ്റിക് കഥയുമെന്നാണ്. മനസ്സിലായോ? ഇത് വളരെ ആവശ്യമല്ല. കാരണം നമ്മള് ചില പല സ്ഥലങ്ങളിലും ചെന്ന് നോക്കിയാൽ അബൂ സിനാൻ ഉസ്താദ് മാറിയോ? അബൂ സിനാൻ ഉസ്താദാണോ ലത്തീഫ്? അതെ, അബൂ സിനാൻ ഉസ്താദ് പുതിയ കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് അല്ല ചൊറുക്കിലിങ്ങനെ വന്നിക്കാൻ ഡിസൈനൊക്കെ ചെയ്തിട്ട് അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും 1 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോ ഇങ്ങനെ എന്ത് ചെയ്യുക? പല സ്ഥലങ്ങളിലും കാണാം മയ്യത്തിന്റെ കണ്ണടയാത്തൊരവസ്ഥ. അപ്പൊ അവിടെ ഒരു ശരീരശാസ്ത്രം ഇങ്ങനെ പറയുന്നു, ഇത് ചെയ്താൽ കണ്ണടയുമെന്ന് പരിചയസമ്പന്നരായ, മയ്യത്തുമായി ബന്ധപ്പെട്ട് പരിചയസമ്പന്നരായ ആൾക്കാർ പറയുന്നു. അങ്ങനെ കണ്ണടഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊരു ഉസ്താദിനോട് പറഞ്ഞപ്പോ നിഹായത്തുൽ അമൽ എന്ന കിതാബില് ഇങ്ങനെ ഒരു മയ്യത്തിന്റെ കണ്ണ് അടഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ശരീരശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞാൽ ഉള്ള ശരീരത്തിന്റെ അടയാളങ്ങളാണ് പറഞ്ഞത്. അവിടെ ഫുഖാക്കൾ വളരെ വ്യക്തമായി പറയുന്നു, ഇതെല്ലാം നിഗമനങ്ങളാണ്. ഈ അടയാളങ്ങൾ ഉണ്ടായിച്ചിട്ടൊരു വ്യക്തി മരണത്തിൽ സംശയമുണ്ട്, ഈ അടയാളങ്ങളൊക്കെ ഉണ്ടായി ഇന്നാ മരിച്ചിരിക്കണെന്ന് ഉറപ്പിക്കാനും പറ്റൂല. ഈ അടയാളങ്ങൾ ഉണ്ടായില്ല എന്നതിന്റെ പേരിൽ ആരും മരിച്ചിട്ടില്ല എന്നും എന്ത് വെക്കാൻ പറ്റില്ല. പിന്നെ അവിടെ മരണത്തിൽ സംശയം വന്നാൽ ഈ അടയാളങ്ങളൊക്കെയും ഉണ്ടാവലോടുകൂടെ ഈ വ്യക്തി മരിച്ചോ ഇല്ലേ എന്ന് സംശയം വന്നാൽ എന്തു ചെയ്യണമെന്ന് വ്യാഴാഴ്ചക്കലത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ അത് കേൾക്കാൻ ശ്രമിക്കുക, കേട്ടവർ അത് വീണ്ടും ഒന്ന് ആലോചിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമുക്ക് പറയാം. അല്ലാഹു തആല പറയാനും കേൾക്കാനും ഇനിയൊരു മരണത്തിൽ സമയത്ത് മരിച്ച മയ്യത്തിനെ കിടത്തുന്നിടത്തൊക്കെയും പല നാട്ടിലും പല രൂപത്തിലുമാണ്. എല്ലാറ്റിനും നമുക്ക് വ്യക്തമായ ഒരു രൂപരേഖ, ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാക്കി നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലത്തുകളിൽ, നമ്മുടെ കുടുംബമിത്രാദികളിലൊക്കെയും ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട മസ്അലകൾ അഫ്ളലായ രൂപത്തിൽ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.